രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സന്തോഷമല്ലേ? ഈശോ പറയുന്നത് എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാനാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് പ്രാർത്ഥനയോട് കൂടി ആരംഭിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങൾക്ക് അറിവ് പകർന്നു നൽകണമേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും ഞങ്ങൾക്ക് ഏകണമേ. ഇനി എല്ലാവർക്കും ഒന്ന് കുരിശ് വരച്ചാലോ? ടീച്ചർക്കും കുട്ടികൾക്കും ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇനി എല്ലാ കുഞ്ഞുമക്കളും വേഗം ഇരുന്നേ. ഇരുന്നോ എല്ലാവരും? ഇന്ന് നമ്മള് പഠിക്കാനായിട്ട് പോകുന്നത് പാഠം 13, അപ്പം വർദ്ധിപ്പിക്കുന്ന ഈശോ. കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങള് നമുക്കൊന്ന് ഓർത്തു നോക്കിയാലോ? എല്ലാവരും പഠിച്ചിട്ടില്ലേ? ടീച്ചറിന്റെ കൂടെ ഉത്തരങ്ങള് ഉറക്കെ പറയണം. കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ കണ്ടത് ഈശോ പാവപ്പെട്ടവരോടും വേദനിക്കുന്നവരോടും കരുണ കാണിക്കുന്നവനായിരുന്നു. അതുപോലെ നമ്മളും പാവപ്പെട്ടവരെ സ്നേഹിക്കുകയും വേദനിക്കുന്നവരോട് കരുണ കാണിക്കുകയും ചെയ്യണം. ഒരു വചനം നമ്മൾ പഠിച്ചല്ലോ. ഏതായിരുന്നു അത്? നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യം. പിന്നീട് ഈശോ ചുറ്റി സഞ്ചരിച്ചതായിട്ട് നമ്മൾ കണ്ടു അല്ലെ? എവിടെയായിരുന്നു ഈശോ ചുറ്റി സഞ്ചരിച്ചത്? ഗലീലയിലാണ് ഈശോ ചുറ്റി സഞ്ചരിച്ചത്. 3 കാര്യങ്ങളാണ് ഈശോ ചെയ്തത്. എന്തൊക്കെയാണ് ഈശോ ചെയ്തത്? സിനഗോഗുകളിൽ പഠിപ്പിച്ചു, സുവിശേഷം പ്രസംഗിച്ചു, രോഗങ്ങളും വ്യാധികളും അവിടുന്ന് മാറ്റി അല്ലെ? ഈ 3 കാര്യങ്ങളാണ് സിനഗോഗുകളില് ഗലീലയില് ഈശോ ചെയ്തത്. പിന്നീട് 3 അത്ഭുതങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ? ഏതൊക്കെയായിരുന്നു ആ 3 അത്ഭുതം? ഒന്ന് ഓർത്തു നോക്കിയേ. ആദ്യത്തെ അത്ഭുതം കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. രണ്ടാമത്തെയോ? തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. മൂന്നാമത്തെയോ? 2 അന്ധന്മാരെ സുഖപ്പെടുത്തുന്നത്. അപ്പൊ ടീച്ചർ ചോദിക്കട്ടെ, എങ്ങനെയാണ് ആ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത്? കുഷ്ഠരോഗി ഈശോയോട് പറഞ്ഞു, ഈശോയെ എന്നിൽ കനിയണമേ എന്ന് താണു വീണ് പറഞ്ഞു അല്ലേ? ഈശോ എന്താ ചെയ്തത്? ഈശോ കുഷ്ഠരോഗിയുടെ മേൽ കൈ നീട്ടി കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി. രണ്ടാമത്തെ അത്ഭുതം ഏതായിരുന്നു? തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത് അല്ലേ? എങ്ങനെയാണ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത്? കുറെ പേര് കാണിക്കുന്നുണ്ട് ഓടിളക്കിയിട്ടെന്നല്ലേ. എന്താണ് സംഭവം? കുഷ്ഠരോഗിയെ കിടക്കയോടുകൂടെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഈശോയെ കാണാൻ സാധിച്ചില്ല, വളരെ തിരക്കായിരുന്നു അല്ലേ? അങ്ങനെ ഈ കുഷ്ഠരോഗിയെ കിടക്കയോടുകൂടി ഈശോ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പുരമുകളില് ഓടിളക്കി താഴേക്ക് കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് എല്ലാവരും അതിശയിച്ചു. അങ്ങനെ ഈശോ പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. അങ്ങനെ തളർവാദ രോഗി സുഖം പ്രാപിച്ചു. ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വാക്യം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ഈശോയോട് ചോദിച്ചോ, അതൊക്കെ ഈശോ സാധിച്ചു തരും. മൂന്നാമതൊരു അത്ഭുതം കണ്ടല്ലോ, അതേതായിരുന്നു? 2 അന്ധന്മാരെ
സുഖപ്പെടുത്തുന്നത്. എങ്ങനെയാണ് രണ്ട് അന്ധന്മാരെ ഈശോ സുഖപ്പെടുത്തിയത്? അവരെങ്ങനെയാണ് അറിഞ്ഞത് ഈശോ വരുന്നുണ്ടെന്ന്? ജനങ്ങള് വിളിച്ചു പറഞ്ഞു അല്ലേ, ഈശോ വരുന്നുണ്ട്, ഈശോ വരുന്നുണ്ടെന്ന്. അപ്പോ അന്ധന്മാര് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന്. ഇത് കേട്ടപ്പോ ഈശോ അവരുടെ കണ്ണുകളിലെ കൈകൾ വെച്ചു അവരെ സുഖപ്പെടുത്തി. ഈ 3 അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു അല്ലേ? എന്തോരം അനുഗ്രഹങ്ങളാ നമുക്കും ഈശോ തരുന്നത്. ഒത്തിരി കഴിവുകൾ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ആരോഗ്യം തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്, പിന്നെയോ ഒത്തിരി കഴിവുകള്, പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ, അഭിനയിക്കാൻ, വരയ്ക്കാൻ, അങ്ങനെ ഒത്തിരി കഴിവുകള് ഈശോ തന്നിട്ടുണ്ട്. ഈശോയെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ കഴിവുകളൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് നമുക്കൊരു പാട്ട് പാടിയാലോ? ദൈവം തന്ന ആരോഗ്യവും ദൈവം തന്ന സമയങ്ങളും ദൈവരാജ്യത്തിനായി നൽകിയിടണേ, ദൈവരാജ്യത്തിനായി ചെയ്തിടണേ. പാട്ടറിയാമോ? പാടിയിടണേ. വരയറിയാമോ? വരച്ചിടണേ. ഓടുമ്പോഴും ചാടുമ്പോഴും നൃത്തമാടുമ്പോഴും അഭിനയിക്കുമ്പോഴും ദൈവരാജ്യത്തിനായി നൽകിയിടണേ, ദൈവരാജ്യത്തിനായി ചെയ്തിടണേ. ഇഷ്ടായോ എല്ലാവർക്കും? ഇനി നമുക്ക് ഒരുമിച്ച് പാടിയാലോ? ദൈവം തന്ന ആരോഗ്യവും ദൈവം തന്ന സമയങ്ങളും ദൈവരാജ്യത്തിനായി നൽകിയിടണേ, ദൈവരാജ്യത്തിനായി ചെയ്തിടണേ. പാട്ടറിയാമോ? പാടിയിടണേ. വരയറിയാമോ? വരച്ചിടണേ. ഓടുമ്പോഴും ചാടുമ്പോഴും നൃത്തമാടുമ്പോഴും അഭിനയിക്കുമ്പോഴും ദൈവരാജ്യത്തിനായി നൽകിയിടണേ, ദൈവരാജ്യത്തിനായി ചെയ്തിടണേ. എല്ലാവർക്കും ഇഷ്ടമായോ? നമുക്ക് ഒത്തിരി കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. അതിനെല്ലാം ദൈവത്തോട് നമ്മൾ നന്ദി പറയണം. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കാൻ പോകുമ്പോഴും ദൈവത്തോട് നന്ദി പറഞ്ഞു വേണം ഉറങ്ങാനായിട്ട്. ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പാഠം 13, അപ്പം വർദ്ധിപ്പിക്കുന്ന ഈശോ. ഇത്ര അധികം അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചതിന് ശേഷം ഈശോയ്ക്ക് ആകെ ക്ഷീണായി. അപ്പോ ഈശോ വിശ്രമിക്കാനായിട്ട് അങ്ങ് ദൂരെ ഒരു സ്ഥലത്തേക്ക് നീങ്ങിയിരുന്നു. അതൊരു വിജനമായ പ്രദേശമായിരുന്നു. ഈശോ എപ്പോഴും ആൾക്കാരോട് കൂടിയാണ് നടന്നിരുന്നത്. എന്തുകൊണ്ടാ? സുവിശേഷം പ്രസംഗിക്കുകയും രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തപ്പോ ഒരുപാട് ആളുകള് ഈശോന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പൊ വിശ്രമിക്കാനാണ് ഈശോ അങ്ങ് ദൂരെ വിജനമായ പ്രദേശത്തേക്ക് നീങ്ങിയിരിക്കുന്നത്. ഈശോ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ ഈശോന്റെ അടുത്തേക്ക് വരാനായിട്ട് തുടങ്ങി. ശിഷ്യന്മാര് പറഞ്ഞു, ഈശോ വിശ്രമിച്ചോട്ടെ എന്ന്. ഈശോ ഈ ജനങ്ങളെ കണ്ടപ്പോ പറഞ്ഞു, അവരെ തടയേണ്ട, അവരെ എന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചാലും. അങ്ങനെ ഒരു പുൽത്തകിടിയില് ഈശോ ഇരുന്നു, ജനങ്ങളും ഇരുന്നു. ഈശോ വീണ്ടും സുവിശേഷം പ്രസംഗിച്ചു, അവരുടെ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി. അങ്ങനെ ഇരിക്കെ ഈശോ നോക്കിയപ്പോ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ഈശോ അവരോട് ചോദിച്ചു, ഇവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഇവർ കൊണ്ടുവന്നിട്ടില്ലേ? ഇവർക്ക് വിശക്കുന്നുണ്ടാവില്ലേ? അപ്പോ ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല. അവരാണെങ്കിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോ ഏകദേശം ഒരു വൈകുന്നേരം സമയമായിട്ടോ. അപ്പോ ഈശോ പറഞ്ഞു, ജനങ്ങളുടെ ഇടയില് ആരുടെയെങ്കിലും കയ്യില് എന്തെങ്കിലും ഉണ്ടാകും, അത് തന്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഈശോ പറഞ്ഞു. അതനുസരിച്ച് ശിഷ്യന്മാർ അവിടെ എല്ലാം അന്വേഷിച്ചപ്പോ ഒരു കൊച്ചു മിടുക്കനായിട്ടുള്ള ബാലന്റെ കയ്യില് കുറച്ച് അപ്പവും കുറച്ച് മീനും ഉണ്ടായിരുന്നു. ഈശോ പറഞ്ഞു ആ ബാലനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ. ഈശോ നോക്കിയപ്പോ ആ ബാലന്റെ കയ്യില് 5 അപ്പവും
2 മീനുമാണ് ഉണ്ടായിരുന്നത്. എത്ര അപ്പമാണ്? 5 അപ്പവും 2 മീനുമാണ് ഉണ്ടായിരുന്നത്. ഈശോ നോക്കിയപ്പോ അവിടെ ഒത്തിരി ജനങ്ങളുണ്ടല്ലേ. ഈശോ എന്ത് ചെയ്തെന്നോ? ആ അപ്പവും മീനും തന്റെ കൈകളിൽ എടുത്ത് സ്വർഗസ്ഥനായ പിതാവിന്റെ പക്കലേക്ക് നോക്കി അവ ആശീർവദിച്ച് ഒരു കുട്ടയിലാക്കി. അങ്ങനെ ശിഷ്യന്മാരുടെ കയ്യിലേക്ക് കൊടുത്തു. ശിഷ്യന്മാര് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത്ഭുതം എന്ന് പറയുന്നത് ഈ കുട്ടയിലുള്ള അപ്പങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും സംതൃപ്തരായി. ഈശോ ചോദിച്ചു, എല്ലാവർക്കും സന്തോഷമായോ? എല്ലാവരും പറഞ്ഞു, ആ സന്തോഷമായെന്ന്. അവിടെ ഏകദേശം 5000-ൽ അധികം ആളുകളാണ് ഉണ്ടായിരുന്നത്. അവർക്കെല്ലാം ഈശോ നിറയെ അപ്പവും മീനും കൊടുത്ത് സംതൃപ്തരാക്കി. പിന്നീട് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ബാക്കി വന്ന അപ്പ കഷ്ണങ്ങൾ കുട്ടയിൽ ശേഖരിക്കാൻ. അങ്ങനെ ശിഷ്യന്മാര് അത് ശേഖരിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങിയപ്പോ 12 കുട്ട നിറയെ അപ്പ കഷ്ണങ്ങൾ ബാക്കി വന്നു. എത്ര കുട്ട നിറയെയാണ്? 12 കുട്ട നിറയെ അപ്പ കഷ്ണങ്ങൾ ബാക്കി വന്നു. ഈശോ എന്തോരം അത്ഭുത പ്രവർത്തികളാണല്ലേ ചെയ്യുന്നത്. നമ്മൾ ആദ്യം 3 അത്ഭുതങ്ങൾ കണ്ടു അല്ലേ. ഇപ്പോ ദേ ഈശോ അപ്പം വർദ്ധിപ്പിച്ചിരിക്കുന്നു. 5000-ൽ അധികം ആളുകൾക്ക് ഭക്ഷണം നൽകി അവരെ സംതൃപ്തരാക്കി. ഈശോയ്ക്ക് ഒന്ന് നന്ദി പറയണ്ടേ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. ഇതുപോലെ എപ്പോഴും ഈശോയ്ക്ക് നന്ദി പറയണം. ഇനി ടീച്ചർ ഒരു കൊച്ചു ആക്ടിവിറ്റി നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ഒത്തിരി കഴിവുകളുണ്ട് അല്ലെ? പാട്ട് പാടാൻ, വരയ്ക്കാൻ, അല്ലെ? ഒത്തിരി കഴിവുകളുണ്ട്. ഈ കഴിവുകളില് ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ എഴുതിയതിനു ശേഷം യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പറഞ്ഞ് അത് ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് സെൻഡ് ചെയ്യണം. എല്ലാവരും ചെയ്യില്ലേ? ഇനി നമുക്ക് കുരിശ് വരച്ച് ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. കൈകൾ കൂപ്പി നമുക്ക് കുരിശ് വരയ്ക്കണ്ടേ? എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.